ഹായ് സ്റ്റുഡൻസ്, ജെഇ മെയിൻസും ജെഇ അഡ്വാൻസിനും വേണ്ടി ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുന്നതിലേക്കാണ് ശരിക്കും നമുക്ക് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു വർഷത്തെ നിങ്ങളുടെ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഇന്ത്യയിൽ തന്നെ പ്രീമിയം ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറാൻ വേണ്ടി നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ റിപ്പീറ്റിന് ശ്രമിക്കുന്നത്. സോ അങ്ങനെ ശ്രമിക്കുമ്പോഴൊക്കെ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ മുന്നിലുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് IITs ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ മുന്നിലുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് NITs മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഇത്ര ലിമിറ്റഡ് നമ്പർ ഓഫ് കോഴ്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കോളേജസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര വലിയ റാങ്ക് റേഞ്ച് മാത്രം വന്നാലേ എനിക്ക് അവിടത്തേക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ സാധാരണ നമ്മൾ ജെഇക്ക് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. നമ്മൾ ജെഇക്ക് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരോടും ചോദിക്കുമ്പോൾ ജെഇക്ക് റിപ്പീറ്റ് ചെയ്യുന്ന അത്യാവശ്യം ടഫറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇനി അത് കഴിഞ്ഞ് അതിന് കയറാൻ നമുക്കൊരു അഡ്മിഷനിലേക്ക് പോകുന്ന പ്രോസസ്സൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുക. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് പൊളിച്ചെഴുതാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒന്ന് ലിസൺ ചെയ്യുക എല്ലാവരും. സോ അപ്പം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജെഇ മെയിൻസ്, നമുക്കറിയാം ജെഇ മെയിൻസ് ജനുവരിയും ഏപ്രിലും ഉള്ള സെഷൻ ശേഷമാണ് നിങ്ങൾ അഡ്വാൻസ് പ്രിപ്പറേഷനും അതിനുശേഷം IITസിലൊക്കെ എയിം ചെയ്യുന്നത്. അപ്പം ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സയൻസ് റിലേറ്റഡ് ഫീൽഡിൽ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ശരിക്കും ജെഇ മെയിൻസ് വഴി അവർ ജോസ കൗൺസിലിംഗ് അല്ലെങ്കിൽ അവരുടെ കൗൺസിലിങ്ങിലേക്ക് അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കൗൺസിലേക്ക് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിൽ നമുക്ക് പല വെറൈറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ പല കാറ്റഗറി ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ജെഇ സ്കോർ അല്ലെങ്കിൽ ജെഇ മെയിൻസിൻ്റെയും അഡ്വാൻസിൻ്റെയും, മെയിൻലി ജെഇ മെയിൻസിൻ്റെ സ്കോറാണ് കൂടുതലും കൺസിഡർ ചെയ്യാറുള്ളത്, അവരുടെ സ്കോർ വഴി കൺസിഡർ ചെയ്യാൻ പരിഗണിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇപ്പം കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയുള്ള ഒരു NITയോ അല്ലെങ്കിൽ IIITയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള പലതരത്തിലുള്ള NITയിൽ നിങ്ങൾ പഠിക്കുമ്പം IITയിൽ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ഉറപ്പായിട്ടും എക്സ്പോഷറാണ്. അത് മാത്രമല്ല കൾച്ചറൽ മിക്സ് ആണ്. പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുമായിട്ടുള്ളൊരു ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ളൊരു എക്സ്പോഷർ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ഗ്രോയിങ് അപ്പ് വിൽ ബി വെരി ഗുഡ്. അപ്പം ഈ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കോളേജസിൻ്റെ കാറ്റഗറീസ് എന്ന് പറയുന്നത് ഒന്ന് IITs ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ജെഇ മെയിൻസിൻ്റെ ക്വാളിഫിക്കേഷന് ശേഷം ജെഇ അഡ്വാൻസ് എന്ന പേപ്പർ വരികയും ആ പേപ്പർ ക്വാളിഫൈ ആയതിനു ശേഷം റാങ്ക് ലിസ്റ്റ് വരികയും അതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ ബേസിലാണ് IITസിലേക്കുള്ള അഡ്മിഷൻ വരിക. നിങ്ങൾക്കറിയാം IITs, പ്രോമിനൻ്റ് IITs ബോംബെ, മദ്രാസ്, ഡൽഹി, ഖരഗ്പൂർ, കാൺപൂർ, അതുപോലെ പുതിയതായിട്ട് വന്ന IITs ഇപ്പോൾ പാലക്കാട് പോലെയുള്ള ന്യൂ IITs എല്ലാം ഈ അഡ്വാൻസ് പ്രോസസ്സിലൂടെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജെഇ മെയിൻസിൻ്റെ പേപ്പർ വഴി നിങ്ങൾക്ക് ജെഇ മെയിൻസിൻ്റെ സ്കോർ വഴി നിങ്ങൾക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അപ്ലൈ ചെയ്യാം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ അപ്ലൈ ചെയ്യാം. അതേപോലെ ഗിഫ്റ്റഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഫണ്ടഡ് GFTIs എന്ന് പറയും, ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയും, GFTIs. അപ്പോൾ അവരിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആപ്ലിക്കേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ആ കോളേജസിലേക്കും പഠിക്കാൻ സാധിക്കും. അതിൻ്റെ കുറച്ച് 2-3 എക്സാമ്പിൾസ് ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ ജെഇ മെയിൻസ് അല്ലെങ്കിൽ ജെഇ അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ IITയിലേക്ക് നോക്കുമ്പം നമുക്ക് മൊത്തം 23 IITകളാണ് ടോട്ടലായിട്ടുള്ളത്. ഇനി ഞാൻ NITയിലേക്ക് പോയി കഴിഞ്ഞാൽ NITസിൽ ടോട്ടൽ NITസിന് എണ്ണം 32 NITസും അതേപോലെ തന്നെ ഒരു IIESTയുമാണ് NIT കാറ്റഗറിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സിമിലർലി IIITസിലേക്ക് വന്നു കഴിഞ്ഞാൽ IIITs എന്ന് പറഞ്ഞാൽ മൊത്തം 26 IIITs ഉണ്ട്. അതേപോലെ നേരത്തെ പറഞ്ഞ ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വന്നു കഴിഞ്ഞാൽ 40 GFTIസുമാണുള്ളത്. ഇവർ കൊടുക്കുന്ന കോഴ്സുകളുടെ വെറൈറ്റി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ IITയിലേക്ക് നോക്കുന്ന ഒരാളാണ്. അപ്പോൾ IITയിൽ ഒരു കോളേജ് ഞാൻ എടുത്തു വെച്ചോ, ഫോർ എക്സാമ്പിൾ IIT ഡൽഹി. IIT ഡൽഹിയിൽ ഓഫർ ചെയ്യുന്ന, IIT ഡൽഹിയിൽ മാത്രം ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് ശരിക്കും ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തന്നെ പവർ ഓട്ടോമേഷനിൽ നമുക്ക് BTech ചെയ്യാം. അതേപോലെ ഫിസിക്സ് എഞ്ചിനീയറിംഗ് ഫിസിക്സിൽ ചെയ്യുന്നുണ്ട്. മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ പോയിന്റിൽ നിങ്ങൾക്ക് അവിടെ കോഴ്സ് ഉണ്ട്. സിമിലർലി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ ഇത്രയും വെറൈറ്റി ഓഫ് കോഴ്സസ് ആണ് ഒരു സിംഗിൾ NITന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കാം. സിമിലർലി സിംഗിൾ IITന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കാം. സിമിലർലി ബാക്കി IITs എടുത്താലും ഇതേപോലെ അല്ലാത്ത വെറൈറ്റി കോഴ്സുകളുണ്ട്. ഇപ്പോൾ IIT കാൺപൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഉണ്ട്. അങ്ങനെ പല കോഴ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പല IITസിലും കാണാൻ സാധിക്കും. ഇത് IIT മാത്രമല്ല, NITയിലേക്ക് വന്നു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു NIT ചൂസ് ചെയ്തു, ഞാൻ ചൂസ് ചെയ്ത NIT കാലിക്കറ്റ് ആണെന്ന് വിചാരിക്കുക. NIT കാലിക്കറ്റിലെ പ്രധാനപ്പെട്ട BTech കോഴ്സുകൾ എന്ന് പറയുന്നത് നോക്കുക, ബയോടെക്നോളജി ഉണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ട്, മെറ്റീരിയൽ സയൻസ് എഞ്ചിനീയറിംഗ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഉണ്ട്. സിമിലർലി IIIE ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് നേരത്തെ പറഞ്ഞിരുന്നു, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതേപോലെ ആർക്കിടെക്ചർ കോഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു സിംഗിൾ NIT, ഇപ്പോൾ മൊത്തം 32 NITs ഉണ്ടെന്ന് പറയുന്നത് ഒരു സിംഗിൾ NITസിൽ മാത്രം ഓഫർ ചെയ്യുന്ന, ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫർ ചെയ്യുന്ന കോഴ്സുകളുടെ എണ്ണമാണിത്.
ഇനി നമുക്ക് ട്രിപ്പിൾ ഐ ടിയിലേക്ക് വരാം. ട്രിപ്പിൾ ഐ ടി ഞാൻ ഒരു എക്സാമ്പിളായിട്ട് ചൂസ് ചെയ്യുന്നത് കേരളത്തിൽ തന്നെയുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്, വിച്ച് ഈസ് കോട്ടയത്തുള്ളതാണ്. സോ കോട്ടയത്ത് ട്രിപ്പിൾ ഐ ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മെയിൻലി ഉള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകൾ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. ട്രിപ്പിൾ ഐ ടിസ് ഇൻഫർമേഷൻ ടെക്നോളജി ആണല്ലോ, അതിൽ കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സും കമ്മ്യൂണിക്കേഷനുമാണ് ഉള്ളത്. പക്ഷെ അതിൽ തന്നെ നിങ്ങൾ നോക്കണം, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ 3 സ്പെസിഫിക്കേഷൻസ് ആണ്. ഒന്ന് നോർമൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പഠിക്കാം, മറ്റൊന്ന് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്, അങ്ങനെ ഒരു കോഴ്സുണ്ട്. മറ്റൊന്ന് സൈബർ സെക്യൂരിറ്റി ആണ്, CSE തന്നെ സൈബർ സെക്യൂരിറ്റി. കണ്ടോ? അപ്പോൾ ആ ഒരു എക്സ്പോഷർ ശരിക്കും നിങ്ങൾക്ക് ഈ പല കോഴ്സുകളിലൂടെ നിൽക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ തന്നെ കുറേ പേർക്ക് ചിലപ്പോൾ ഈ കോഴ്സുകളെ കുറിച്ചൊന്നും അറിയുന്നുണ്ടാവില്ല. ഇതൊക്കെ നിങ്ങൾക്ക് JEE മെയിൻസിൻ്റെ പേപ്പർ വഴി സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഞാനൊരു ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയാം. സോ GFTയിൽ ഒരു എക്സാമ്പിൾ പറയാം ഞാൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഔറംഗാബാദ്, മഹാരാഷ്ട്ര. അവിടെ ആ സ്പെസിഫിക് ആ പേര് കേൾക്കണം നിങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കൊടുക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യാൻ സാധിക്കും. ഇതുപോലെ മറ്റൊരു കോളേജ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലെ മെയിൻലി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലും മെറ്റീരിയൽ എഞ്ചിനീയറിംഗിലും ഡുവൽ ഡിഗ്രി 5 ഡിഗ്രി പ്രോഗ്രാമാണ് ശരിക്കും JEE മെയിൻസിലൂടെ നിങ്ങൾക്ക് കിട്ടുക. ഇനി മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് JNU ഡൽഹി, ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹി എന്ന് പറയുന്നത്. അവിടെ എഞ്ചിനീയറിംഗ് കോഴ്സസ് ആയ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലും JEE മെയിൻസിൻ്റെ സ്കോർ വഴി നമ്മളെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി മുംബൈ, അവരുടെ ആസ്ഥാനം ഭുവനേശ്വർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജിയാണ്, ഇന്ത്യൻ ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവിടെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, GFTIസിൽ ഇത്രയും വെറൈറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, NITസിലെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ വെറൈറ്റി ഓഫ് കോഴ്സസ് ഉണ്ട്, IITസിൽ വെറൈറ്റി ഓഫ് കോഴ്സസ് ഉണ്ട്, ട്രിപ്പിൾ ITസിൽ വെറൈറ്റീസ് ഓഫ് കോഴ്സസ് ഉണ്ട്. അപ്പം നമ്മളിപ്പം റിപ്പീറ്റ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് നമ്മൾ എയിം ചെയ്യാൻ പോകുന്ന ആ ഫീൽഡ് എന്ന് പറയുന്നത് വെരി വാസ്റ്റ്. അതല്ലാണ്ട് ഒരു എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് മാത്രം ലിമിറ്റഡ് ആയിട്ടുള്ളതോ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ മാത്രം ലിമിറ്റഡ് ആയിട്ടുള്ളതോ, NIT കാലിക്കറ്റിൽ മാത്രം ലിമിറ്റഡ് ആയിട്ടുള്ളതോ, IIT മദ്രാസിൽ ലിമിറ്റഡ് ആയിട്ടുള്ളതോ കോഴ്സുകളല്ല ശരിക്കും ഈ IITസിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ NITസിലോ നമുക്ക് ലഭിക്കുന്നത്. ദർ ഇസ് എ വാസ്റ്റ് സ്കോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം മനസ്സിലാക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കുന്നതിൻ്റെ ഒരു വാല്യൂ ഒന്ന് വേറെ തന്നെയാണ്. ഉറപ്പായിട്ടും നല്ല എക്സ്പോഷർ ഉണ്ടാകും, വെറൈറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിക്കും. ഇനിയും നിങ്ങൾക്ക് കൂടുതൽ കോഴ്സുകളെക്കുറിച്ചും ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ജോസ കൗൺസിലിംഗ് 2024 വെബിൽ സെർച്ച് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് ഓരോ കോളേജുകളുടെയും ഡീറ്റെയിൽസ് ഓരോ റൗണ്ടിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വെച്ച് അവർ സ്പെസിഫൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഒരു സയൻസ് ഡിഗ്രി ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും നിങ്ങൾ ഈ പറഞ്ഞ JEE മെയിൻസിൻ്റെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്ന എല്ലാവരോടും നിങ്ങൾ പറയണം, എൻ്റെ പ്രിപ്പറേഷൻ ഒരിക്കലും വേസ്റ്റ് ആവില്ല. എൻ്റെ പ്രിപ്പറേഷൻ വെച്ചിട്ട് ഞാൻ നല്ലൊരു കോളേജിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ലൊരു കോഴ്സ് ഞാൻ പഠിക്കും. അതനുസരിച്ച് അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ പറഞ്ഞ പോലെ JEE മെയിൻസ് വഴിയുള്ള കോഴ്സുകളെല്ലാം ഓഫർ ചെയ്യുന്ന രീതിയിൽ ജോസ് അതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. സോ വളരെ ധൈര്യമായിട്ട് തന്നെ ഈ ഒരു വർഷം അടിപൊളിയായിട്ട് റിപ്പീറ്റ് ചെയ്യുക, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കും പറ്റട്ടെ എന്നൊരു ആശംസയോടെ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.